മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കെ.എസ്. ചിത്ര. ഒരു വിഷുക്കാലത്താണ് ചിത്രയ്ക്ക് തൻ്റെ മകളെ നഷ്ടമാകുന്നതും. മലയാളത്തിൻ്റെ വാനമ്പാടിയായ കെ.എസ്. ചിത്ര തൻ്റെ മകളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ ആരാധകരെ കണ്ണീരണിയിച്ചിരിക്കുന്നത്. മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഗായികയാണ് കെ.എസ്. ചിത്ര. മലയാളത്തിൻ്റെ സ്വന്തം വാനമ്പാടി എന്നാണ് ചിത്രയെ വിശേഷിപ്പിക്കുന്നതും. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടി കെ.എസ്. ചിത്രയുടെ ജീവിതത്തിലേക്ക് മകൾ നന്ദന എത്തുന്നത്. എന്നാൽ ചിത്രയുടെ ആ സന്തോഷത്തിന് അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. 2011 ഒരു വിഷുനാളിൽ ആ കുഞ്ഞിനെ വിധി തട്ടിയെടുക്കുകയായിരുന്നു. 2011 വിഷുനാളിലായിരുന്നു മകൾ നന്ദന മരിക്കുന്നത്. നന്ദന ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം 8 വർഷം പൂർത്തിയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറാൻ ചിത്രയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മകളെ സ്മരിച്ചുകൊണ്ടുള്ള ചിത്രയുടെ കുറിപ്പാണ് ആരാധകരെ വിഷമിപ്പിച്ചിരിക്കുന്നത്. മകൾ പോയതോടെ ജീവിതം ശൂന്യതയിലും ദുഃഖത്തിലുമായി എന്നാണ് ചിത്ര കുറിച്ചിരിക്കുന്നത്. മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ മായാതെ നിൽക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു. ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല, സമയം പറന്നു പോവുകയാണ്. ഓർമ്മകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ജീവിതം ശൂന്യതയിലും ദുഃഖത്തിലുമായെന്നും ചിത്ര കുറിക്കുന്നു. മിസ്സിംഗ് യു നന്ദന എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. മുൻപ് മകളുടെ 15ാം പിറന്നാൾ ദിനത്തിലും ചിത്ര പങ്കുവച്ച കുറിപ്പ് ഏറെ തരംഗമായിരുന്നു. ഷാർജയിലെ A.R. റഹ്മാൻ അവതരിപ്പിക്കുന്ന സംഗീത നിശയിൽ പങ്കെടുക്കാനായിരുന്നു ചിത്ര മകളോടൊപ്പം ദുബായിലെത്തിയത്. രാവിലെ സംഗീത നിശയുടെ റിഹേഴ്സൽ പോകാനൊരുങ്ങുന്ന വേളയിലാണ് ദുരന്തമുണ്ടായത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കുഞ്ഞു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകളുടെ വേർപാട് ചിത്രയ്ക്ക് താങ്ങാനായിരുന്നില്ല. ഇനി പാടാൻ കഴിയില്ല എന്ന് പോലും ഒരു വേള ചിത്ര പറഞ്ഞിരുന്നു. ക്രമേണ ജീവിതത്തിലേക്കും സംഗീത ലോകത്തിലേക്കും മടങ്ങിയെത്തുകയായിരുന്നു മലയാളത്തിൻ്റെ വാനമ്പാടി. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.